എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ വക്രത്തെക്കുറിച്ച് പഠിച്ചു. അതായത് ഒരു പ്രത്യേക അവസ്ഥ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അവസ്ഥയാണ് മൗഢ്യം എന്ന് പറയുന്നത്. വക്രം പോലെ തന്നെ ഇതും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മൗഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹം സൂര്യൻ്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന് അതിൻ്റെ ബലം നഷ്ടപ്പെടും, അല്ലെങ്കിൽ സ്വാധീന ശക്തി നഷ്ടപ്പെടും എന്ന് പറയാം. ആ അവസ്ഥയാണ് നമ്മൾ മൗഢ്യം എന്ന് പറയുന്നത്. കമ്പഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ബ്രാക്കറ്റിൽ സി എന്ന് എഴുതി കാണിക്കാറുണ്ട് പലപ്പോഴും ജാതകത്തിലോ അല്ലെങ്കിൽ ഗ്രഹനിലയിലോ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മൗഢ്യം എന്ന് സിമ്പിളായിട്ട് എഴുതുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഗ്രഹത്തെ സൂചിപ്പിക്കുന്നത്, അതായത് ഈ അവസ്ഥയുള്ള ഗ്രഹത്തെ. മൗഢ്യം ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്ത രീതിയിലാണ്. അതായത് സൂര്യൻ്റെയും മറ്റൊരു ഗ്രഹത്തിൻ്റെയും അകലം എത്രയാണ് എന്ന് അനുസരിച്ചിട്ടാണ് മൗഢ്യം നിശ്ചയിക്കുന്നത്. ഈ അളവ് അല്ലെങ്കിൽ എത്ര അകലത്തിലാണോ സൂര്യനിൽ നിന്നും വരേണ്ടത് എന്നത് ഓരോരോ ഗ്രഹത്തിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അതായത് ഓരോരോ ഗ്രഹത്തിനും നിശ്ചിത അകലം, സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത അകലം ഉണ്ടായാൽ മാത്രമേ മൗഢ്യം കണക്കാക്കേണ്ടതുള്ളൂ. അത് ഓരോരോ ഗ്രഹത്തിനും വ്യത്യസ്തമാണ്. ഓരോ ഗ്രഹത്തിൻ്റേതും നമ്മൾക്ക് നോക്കാം. ചന്ദ്രന് 12 ഡിഗ്രിയാണ് മൗഢ്യമായിട്ട് കണക്കാക്കുന്നത്. അതായത് സൂര്യൻ എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്നും 12 ഡിഗ്രി പുറകിലും 12 ഡിഗ്രി മുന്നിലുമായിട്ട് ചന്ദ്രൻ നിൽക്കുന്നുണ്ട് എങ്കിൽ മൗഢ്യമായിട്ട് കണക്കാക്കാം. പക്ഷേ ചന്ദ്രൻ സൂര്യൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും അമാവാസി അല്ലെങ്കിൽ ശുക്ലപക്ഷ പ്രഥമ ആയിരിക്കും. അപ്പോൾ ആ തിഥി പൊതുവെ അനുകൂലമല്ല എന്നുള്ള രീതിയിലും എടുക്കാം. ചില ആചാര്യന്മാർ ചന്ദ്രന് മൗഢ്യം കണക്കാക്കേണ്ടതില്ല എന്നും പറയാറുണ്ട്. കാരണം പക്ഷബലം കുറഞ്ഞു എന്ന് തന്നെ ഒരു ബലക്കുറവിനെ സൂചിപ്പിക്കുന്നു. വേണമെങ്കിൽ നമുക്കത് മൗഢ്യമായിട്ട് വ്യാഖ്യാനിക്കാം എന്ന് മാത്രം. പക്ഷേ ചില ആചാര്യന്മാർ പറയുന്നത് 12 ഡിഗ്രി എന്ന അളവിനുള്ളിലാണെങ്കിൽ ചന്ദ്രനെ മൗഢ്യം ഉള്ളതായിട്ട് കണക്കാക്കാം എന്നാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ ചൊവ്വയുടെ മൗഢ്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ചൊവ്വയ്ക്ക് 17 ഡിഗ്രിയാണ് അളവ്. 17 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ 25 ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. മേടം രാശിയിൽ 8 ഡിഗ്രിയിലാണ് ചൊവ്വ, അല്ലെങ്കിൽ 9 ഡിഗ്രിയിലാണ് ചൊവ്വ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം എത്ര വരും എന്ന് നോക്കുക. 9 ഡിഗ്രി ആകുമ്പോൾ തീർച്ചയായിട്ടും ഏകദേശം 16 ഡിഗ്രി വ്യത്യാസത്തിലാണ് വരുന്നത്. അത് 17നേക്കാൾ കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും കുജന് മൗഢ്യമുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ മുൻഭാഗത്തും, ഇപ്പോൾ ഇടവൻ രാശിയിൽ 5 ഡിഗ്രിയിൽ നിൽക്കുകയാണ് എന്ന് കരുതുക. സൂര്യൻ 25 ഡിഗ്രി മേടം രാശിയിലാണ് എന്ന് കരുതുക. അപ്പോൾ വ്യത്യാസം എത്രയാണ്? 10 ഡിഗ്രി. അപ്പോഴും ചൊവ്വയ്ക്ക് മൗഢ്യമുള്ളതായിട്ട് പറയാം. ഇതാണ് 17 ഡിഗ്രിയാണ് ചൊവ്വയുടെ അളവ്. ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ്റെ മൗഢ്യത്തിന് ചില വിശേഷതകളുണ്ട്. ബുധൻ്റേത് മാത്രമല്ല, ബുധൻ്റേതും ശുക്രൻ്റേതും മൗഢ്യങ്ങൾക്ക് മറ്റുള്ള 3 ഗ്രഹങ്ങളുടെ മൗഢ്യത്തെ അപേക്ഷിച്ച് ചില വ്യത്യാസങ്ങളുണ്ട്. മറ്റുള്ള 3 ഗ്രഹങ്ങൾ, അതായത് വ്യാഴം, ശനി, ചൊവ്വ എന്നീ 3 ഗ്രഹങ്ങൾ വക്രവും മൗഢ്യവും ഒരേ സമയത്ത് വരാറില്ല. അതായത് ഈ പറയുന്ന 3 ഗ്രഹങ്ങൾ ഔട്ടർ പ്ലാനറ്റ് എന്ന് പറയും. ഈ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് എത്രത്തോളം അകലെ നിൽക്കുന്നോ അപ്പോഴാണ് അവർക്ക് വക്രമുണ്ടാകുന്നത്. സൂര്യനോട് അടുക്കുമ്പോഴാണല്ലോ മൗഢ്യം ഉണ്ടാകുന്നത്. തീർച്ചയായും ആ ഗ്രഹങ്ങൾക്ക് വക്രം സൂര്യനിൽ നിന്ന് അകലുന്നതാകുന്ന സമയത്തായതുകൊണ്ട് തീർച്ചയായും ആ സമയത്ത് മൗഢ്യം സംഭവിക്കില്ല. പക്ഷേ ബുധനും ശുക്രനും അത് ഇന്നർ പ്ലാനറ്റ് ആയതിനാൽ തീർച്ചയായിട്ടും അവർക്ക് വക്രവും മൗഢ്യവും ഒരേ സമയത്ത് തന്നെ സംഭവിക്കാം. അതാണ് അതിനുള്ള ഒരു വ്യത്യാസം. വക്രത്തിലും മൗഢ്യത്തിലും ഒരേ സമയത്ത് ആ അവസ്ഥ ഒരേ സമയം ഈ 2 ഗ്രഹങ്ങൾക്കും ഉണ്ടാകാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബുധന് 14 ഡിഗ്രിയാണ്, ഡയറക്റ്റ് മോഷനിലാണ് എങ്കിൽ ബുധൻ 14 ഡിഗ്രിക്കുള്ളിലാണ് എങ്കിൽ മൗഢ്യമുള്ളതായിട്ട് പറയും. പക്ഷേ വക്രത്തിലാണ് എങ്കിൽ അത് 12 ഡിഗ്രി ആയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ ശുക്രന്
10 ഡിഗ്രിയാണ് ഡയറക്റ്റ് മോഷൻ അല്ലെങ്കിൽ നേർഗതിയിലാണ് എങ്കിൽ 10 ഡിഗ്രിയും വക്രത്തിലാണ് എങ്കിൽ 8 ഡിഗ്രിയുമാണ് മൗഢ്യത്തിൻ്റെ അളവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ആ നിശ്ചിത ഡിഗ്രിയോ അതിൽ കുറവോ വന്നു കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള അകലം 8 ഡിഗ്രിയോ അതിൽ കുറവോ വന്നു കഴിഞ്ഞാൽ മൗഢ്യമുള്ളതായിട്ട് പറയും. ഇനി ബാക്കിയുള്ളത് ശനിയാണ്. ശനിക്ക് 15 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. 15 ഡിഗ്രിയോ അതിന് ഉള്ളിലോ ആയിട്ട് സൂര്യനോട് അടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനിക്കും മൗഢ്യമുള്ളതായിട്ട് പറയാം. ഇവിടെ പറഞ്ഞത് ആചാര്യന്മാർ പറഞ്ഞ അളവുകളാണ് പ്ലാനറ്റിൻ്റെ മൗഢ്യത്തിന് വേണ്ട ഓരോ ഡിഗ്രികൾ. പക്ഷേ പല ആചാര്യന്മാരും ഇതിനോടൊന്നും യോജിച്ച് കാണാറില്ല. കാരണം വളരെ അടുത്താണെങ്കിൽ മാത്രം നമ്മൾ മൗഢ്യം പരിഗണിച്ചാൽ മതി എന്നുള്ള ഒരു തത്വത്തിൽ തന്നെയാണ് പല ആചാര്യന്മാരും നമ്മൾ അനുഭവങ്ങളും കണ്ടുവരുന്നത്. അതായത് 15 ഡിഗ്രി 17 ഡിഗ്രിയൊക്കെ നമ്മൾ പല ഗ്രഹങ്ങൾക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയൊക്കെ നിന്നാൽ പോലും മൗഢ്യത്തിൻ്റെ സ്വാധീനം അത്ര ഉണ്ടാവാറില്ല. പക്ഷേ വളരെ അടുത്താണ്, ഒരു 5 ഡിഗ്രിയോ അതിൽ കുറവോ ആണെങ്കിൽ മാത്രമാണ് അത് വളരെ ശക്തമായിട്ട് കാണാറുള്ളത്. അപ്പോൾ പല ആചാര്യന്മാരും അങ്ങനെയുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ പ്ലാനറ്റും സൂര്യനും തമ്മിൽ 5 ഡിഗ്രിയോ അതിൽ കുറവോ ഉള്ളൊരു അന്തരത്തിൽ വന്നാൽ മാത്രമാണ് മൗഢ്യമുള്ളതായിട്ട്, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എത്രത്തോളം സൂര്യനോട് അടുത്ത് ഗ്രഹം വരുന്നുവോ അത്രത്തോളം മൗഢ്യത്തിൻ്റെ ആ അവസ്ഥ വളരെ തീവ്രമാവുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരേ ഡിഗ്രിയിലാണ് സൂര്യനും ആ ഗ്രഹവും നിൽക്കുന്നതെങ്കിൽ മൗഢ്യം അതിൻ്റെ പാരമ്യത്തിലായിരിക്കുമെന്ന് നമ്മൾക്ക് നിശ്ചയമായിട്ടും പറയാം. ഇനി രാഹുകേതുക്കളെക്കുറിച്ച് പറയാനുള്ളത്, അവർക്കൊരിക്കലും മൗഢ്യം ഉണ്ടാകില്ല. കാരണം അവ ഛായാഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ അവയ്ക്ക് മൗഢ്യമില്ല എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ മൗഢ്യമുള്ള ഗ്രഹങ്ങളുടെ ഫലം ആചാര്യന്മാർ പലരും പല രീതിയിൽ പറയാറുണ്ട്. എങ്കിലും പൊതുവായിട്ട് ഏത് ഗ്രഹത്തിനാണോ മൗഢ്യം വന്നിട്ടുള്ളത് ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട കാരകത്വത്തിൽ ചില പ്രയാസങ്ങൾ ജാതകന് കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ബുധന് മൗഢ്യമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം, വാക്ക് അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള പ്രയാസങ്ങൾ, തടസ്സങ്ങളൊക്കെ പറയാം. ശുക്രന് മൗഢ്യമുണ്ടെങ്കിൽ ദാമ്പത്യ വിഷയത്തിൽ, ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാം. വ്യാഴത്തിനാണെങ്കിൽ സന്താന വിഷയത്തിലോ ജ്ഞാനത്തിൻ്റെ കാര്യത്തിലോ, ശനിയാണെങ്കിൽ കർമ്മ വിഷയങ്ങളിൽ. അതൊക്കെ നമുക്ക് ചിലപ്പോൾ അനുഭവത്തിൽ കണ്ടുവരാറുണ്ട്. വളരെ തീവ്രമായ മൗഢ്യമാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ഗ്രഹത്തിൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പല രീതിയിലും ബാധിച്ച് കാണാറുണ്ട്. ജാതകത്തിലെ മറ്റു അവസ്ഥകൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്, എങ്കിലും സാമാന്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയുമാണ് മൗഢ്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ അടിസ്ഥാനമാണ് നമ്മളിവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷനും പഠനവും ആവശ്യമാണ്. അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ നമ്മളെല്ലാം അത് പഠിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ഗ്രഹം എത്ര അന്തരത്തിൽ വന്നാലാണ് മൗഢ്യമായിട്ട് കണക്കാക്കുന്നത്, സൂര്യനുമായി എത്ര അന്തരത്തിൽ വന്നാലാണ് മൗഢ്യമായിട്ട് കണക്കാക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.